بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن ذكر بآيات ربي فأعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أعلى المرسلين وسيلة إلى الله يا ابن الأكرمين الأطائب فكن لي شفيعا يوم لا ذو شفاعتي بمغن فتيلا عن سواد بن قاربي واعلموا يا أمة سيدنا محمد ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഹസ്രത്ത് അവറുകളെ, ഉമറാക്കളെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖ്മാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മഹത്തായ ഖാദിസ എന്ന് പറയുന്ന സ്ഥാപനം അത് കെട്ടിപ്പടുത്ത അന്ന് മുതൽ ഇന്ന് വരെ അതുമായി സഹകരിച്ചവരിൽ നിന്ന്, സഹായിച്ചവരിൽ നിന്ന്, ഇവിടുത്തെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ മഹത്തായ ജലാലിയ റാത്തീബിൽ സംബന്ധിച്ചിട്ടുള്ള, അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നിറവേറ്റി റാഹത്ത് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ശില്പി ഹസ്രത്ത് അവരുടെ എല്ലാ
ഉദ്ദേശങ്ങളും പദ്ധതികളും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള, സിഹത്തുള്ള, ദീർഘ ആയുസ് നൽകി ഈ ഉമ്മത്തിന് അവിടുത്തെ തണൽ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഖാദിമീങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. നിങ്ങളെപ്പോലെ ഈ മഹത്തായ ജലാലിയ റാത്തീബിന്റെ വാർഷികത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയതാണ് ഞാനും. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് പ്രതീക്ഷിക്കുന്ന ഉചിതമായ ഒരു സന്ദർഭമല്ല. ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകൾ എത്ര സമയമായി ഈ രൂപത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്നു, സംസാരിക്കുന്നു, ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. നാം ഒക്കെ തന്നെയും വളരെ നേരത്തെ 5 മണി മുതൽ തന്നെ ഈ മജ്‌ലിസിൽ വന്നെത്തിയവരും ക്ഷമിച്ച് ഇത്രയും സമയം കാത്തിരുന്നവരുമാണ്. ധാരാളം സാദാത്തുക്കളും പണ്ഡിതന്മാരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദി ആയതിനാലും എല്ലാ സാദാത്തുക്കളും ഒരേ സമയത്ത് എത്തിച്ചേർന്നതിനാലും ഉദ്ദേശിച്ചതുപോലെ സംഘാടകർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. 1-2 കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 300-ലധികം കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന് ഈ മഹത്തായ മജ്‌ലിസിന്റെ ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി 1-2 കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. വിശുദ്ധ റമളാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ റജബ് പിറന്നതോടുകൂടി തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ട് തുടങ്ങിയത്. റജബ് മാസപ്പിറവി ദർശിച്ചതോടുകൂടെ വിശുദ്ധ റമളാനിലേക്ക് എത്തുന്നതിനും റമളാനിന് ഒരുങ്ങുന്നതിനും വേണ്ടി നാം ഒക്കെ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മിൽ മലക്കുകൾക്കില്ലാത്ത വികാരം സൃഷ്ടിച്ചതിനാൽ ഒരേ സമയത്ത് നന്മയും തിന്മയും ചെയ്യുന്നതിനുള്ള ഇഖ്തിയാർ, തെരഞ്ഞെടുക്കാനുള്ള അവസരവും 2 വഴിയും അല്ലാഹു നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചതിനാൽ സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ശരീരത്തിന്റെ ഇച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് വശംവദരായി നാം ഒക്കെ പല തിന്മകളും ചെയ്തു പോകുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മകളെല്ലാം ചെയ്തതിന് ഏതെങ്കിലും വിധേന ശിക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല.
അവസരം കിട്ടിയാൽ തന്റെ അടിമകളെ കഠിനമായി ശിക്ഷിക്കണം എന്നുദ്ദേശിച്ച് ശിക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല അല്ലാഹു തആല. അല്ലാഹുവിന്റെ കാരുണ്യവും സ്നേഹവും എപ്പോഴും അല്ലാഹുവിന്റെ ക്രോധത്തെക്കാളും ശിക്ഷയെക്കാളും മികച്ചു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ധിക്കാരികളും തമാടികളുമായ ആളുകളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ശിക്ഷയുടെ വീടായി സൃഷ്ടിക്കപ്പെട്ട നരകത്തിന് 7 വാതിലുകൾ സൃഷ്ടിച്ചപ്പോൾ അവനെ അനുസരിച്ച് ജീവിച്ച് അവന് വഴിപ്പെട്ട സൽജനങ്ങൾക്ക് പ്രതിഫലത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിന് 8 കവാടങ്ങളാണ് സൃഷ്ടിച്ചത്. കൂപ്പിൽ നിന്ന് മരമെടുത്തപ്പോൾ പിന്നീട് തികയാത്തത് കൊണ്ട് 7 ചുരുക്കിയതല്ല. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളോട് അവന്റെ അടിമകളോട് കാരുണ്യവും സ്നേഹവുമാണ് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഞാനും നിങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ട് ശരിയായ ബുദ്ധിയും വിവേകവും വന്നതിനു ശേഷം എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നു, എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ട്. എല്ലായ്പ്പോഴും അവന്റെ അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് അനുഗ്രഹങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, നിങ്ങൾക്കെന്താ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് തടസ്സം? അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം, എല്ലാം എനിക്ക് നീ നന്നാക്കി തരണം. ജീവിതം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, മക്കളെ നന്നാക്കണം, ചിന്ത നന്നാക്കണം, എല്ലാം നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിച്ച് നിന്റെ കാര്യം നീ തന്നെ നോക്ക് എന്ന് പറയുന്ന രൂപത്തിൽ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്നർത്ഥം വരുന്ന ദിക്ർ രാവിലെയും വൈകുന്നേരവും നിനക്കൊരു പ്രാവശ്യം ചെല്ലുന്നതിന് എന്താണ് മോളെ തടസ്സം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിച്ചില്ലെങ്കിൽ, നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മോട് അനുഗ്രഹം ചൊരിഞ്ഞില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. ഓർത്തു നോക്കി, 24 മണിക്കൂറും മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, 24 മണിക്കൂറും നമ്മുടെ കണ്ണിൽ കണ്ണുനീര് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും നമ്മുടെ വായിൽ ഉമിനീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും ആന്തരികാവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കിഡ്നികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം നിരന്തരമായിട്ട് പ്രവർത്തിപ്പിക്കുകയും വർക്ക് ചെയ്യിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ അല്ലാഹുവിനോട് അവൻ വിലക്കിയതും അവൻ നിരോധിച്ചതുമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ആ സ്ഥിതിക്ക് ആ അനുഗ്രഹങ്ങൾ നിമിഷനേരം അല്ലാഹു പിൻവലിക്കുന്നില്ല. എന്നെ കുറിച്ച് പറയാനും, എന്നെപ്പറ്റി എന്നെ ഓർത്ത് ദിക്ർ ചൊല്ലാനും, എന്റെ ദീൻ പഠിക്കാനും പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും വേണ്ടി നിനക്ക് നൽകിയ നാവ് കൊണ്ട് എന്തെല്ലാം അപരാധങ്ങൾ പറയുന്നു, എന്തെല്ലാം വേണ്ടാത്തതിൽ നിന്ന് നാവുകൾ ഉപയോഗിക്കുന്നു. ആ നാവിന്റെ സംസാര ശേഷി ഞാനിങ്ങി പിൻവലിക്കുന്നു എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല, അവൻ ചെയ്യുന്നില്ല. അതുപോലെ ഓരോ അവയവങ്ങളുടെയും ശക്തി, കൈകൾ ഉയർത്താനുള്ള ശക്തി, കാലുകൾക്കുള്ള ശക്തി, ഈ ശക്തിയെല്ലാം അതത് സമയത്ത് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ആ കഴിവെങ്ങാനും അല്ലാഹു തആല അവൻ നിരോധിച്ച, അവൻ വിലക്കിയിട്ടുള്ള, അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെയും നിന്റെയും അവസ്ഥ? അങ്ങനെയൊക്കെ ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എന്ത് തിന്മകൾ ചെയ്താലും, എന്ത് ദുൽമുകൾ ചെയ്താലും, എന്ത് അക്രമങ്ങൾ ചെയ്താലും, എന്ത് വേണ്ടാവൃത്തികൾ ചെയ്താലും എല്ലാം അല്ലാഹു തആല ഒരു മൗലിയെ പോലെ അല്ലാഹു തആല എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അവൻ മൗനം ദീക്ഷിച്ചു നിൽക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. നാളെ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന് നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. നീ ദുനിയാവിൽ എന്തെല്ലാം അരുതായ്മകൾ ചെയ്തു, എന്തെല്ലാം തിന്മകൾ ചെയ്തു, എനിക്ക് എത്രമാത്രം ധിക്കാരം ചെയ്തു, എന്റെ അടിമകളോട് എത്ര കണ്ട് ദുൽമു ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല, ഒരക്ഷരം ഞാൻ നിന്നോട് ഉരിയാടിയില്ല, ഞാൻ നിന്റെ നിഅമത്തുകൾ പിൻവലിച്ചില്ല. അതെല്ലാം ഞാൻ കൃത്യമായി കണ്ട് അറിഞ്ഞ് ഞാൻ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ദിവസം നീ മിണ്ടിപ്പോകരുത്, മിണ്ടാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുന്ന ഒരു സമയമുണ്ട്. പറഞ്ഞു വന്നത് അതൊക്കെയും അല്ലാഹു തആലയുടെ റഹ്മത്ത് മികച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അതിനാൽ തന്നെ മനുഷ്യൻ അവന്റെ ദുർബല നിമിഷത്തിൽ അവന്റെ ശരീരത്തിന്റെ ഇച്ഛക്ക് വശംവദരായി അതിനേക്കാൾ ഉപരി നമ്മുടെ മാറ്റക്കാരനായ ശത്രുവായ പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദരായി നിത്യമായിട്ട് പല തെറ്റുകളും തിന്മകളും ചെയ്തു പോകുമ്പോൾ ആ തെറ്റുകളും തിന്മകളും പൊറുക്കാൻ നമ്മുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷനുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒരുപാട് പദ്ധതികൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. 5 വഖത്ത് കൃത്യമായിട്ട് ബോധത്തോടു കൂടി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ആ നിസ്കാരം കൊണ്ട് കഴുകിക്കളയും, പൊറുപ്പിക്കപ്പെടും. വുളു എടുക്കുന്നത് കൊണ്ട് വുളുഇന്റെ അവയവങ്ങളിൽ നിന്നും ബിസ്മി ചൊല്ലി വുളു എടുക്കുമ്പോൾ ശരീരത്തിലാകെയുള്ള പാപങ്ങളൊക്കെ കഴുകിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ബോധത്തോടു കൂടി വുളു എടുക്കുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുക്കുമ്പോൾ അതിന്റെ ആദാബുകളും ചിട്ടകളും ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ശരിയായ ഒരു വലിയ ഇബാദത്താണ് എന്ന ബോധത്തോടു കൂടി കേവലം ശരീരത്തിന്റെ അംഗശുദ്ധി വരുത്തൽ മാത്രമല്ല, എന്റെ ശരീരം ചൂടുള്ള ശരീരം തണുപ്പിക്കൽ മാത്രമല്ല, ബാഹ്യമായ അഴുക്കുകൾ നീക്കൽ മാത്രമല്ല, ഇത് വലിയ ഒരു ആത്മീയ ശുദ്ധി വരുത്തുന്ന ക്രിയയാണ് എന്ന ബോധത്തോടു കൂടി ഒരാൾ വുളു എടുത്താൽ അവന്റെ പാപങ്ങളെല്ലാം അതിലൂടെ കഴുകിപ്പോവുകയാ. മുഖം കഴുകുന്ന സമയത്ത് മുഖത്തുള്ള പാപങ്ങളൊക്കെ കഴുകിപ്പോവുകയാ. അവന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം തിന്മയിലേക്ക് തെറ്റുകളിലേക്ക് നോക്കിയിട്ടുണ്ട്, ആ തെറ്റുകളെല്ലാം തന്റെ മുഖത്തിൽ നിന്നൊഴുകുന്ന വെള്ളത്തോടുകൂടി അല്ലെങ്കിൽ അവസാനത്തെ തുള്ളി വെള്ളത്തോടുകൂടി അത് കഴുകിക്കളയുന്നതാ. കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങള്, എന്തെല്ലാം വേണ്ടാത്തത്, തെമ്മാടിത്തരങ്ങള്, തെറ്റുകള്, കുറ്റങ്ങൾ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്റെ കൈ കഴുകുന്ന വെള്ളത്തോടുകൂടെ അല്ലെങ്കിൽ അവസാനത്തെ തുള്ളിയോടുകൂടി അവന്റെ കൈകളിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോവുകയാ. ഇങ്ങനെ ഓരോ അവയവങ്ങളിൽ നിന്നും പാപങ്ങൾ കഴുകിപ്പോവുകയാ. ഇത് അക്ഷരാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന മഹാനായിരുന്നു ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മനുഷ്യന്മാര് മുഅ്മിനീങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് വുളുഇൽ കൂടി കഴുകിപ്പോകുന്ന പാപങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതിനാൽ ഒട്ടുമിക്ക ആളുകളോടും ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് വിഷമം തോന്നുകയാ. നാം നല്ലവരായി കണക്ക് കൂട്ടിയിരുന്ന, സ്വാലിഹീങ്ങളായിട്ട് കണക്ക് കൂട്ടിയിരുന്ന, അത്തരം തെറ്റുകളൊന്നും ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന പല ആളുകളും ഇതുപോലെ തെറ്റുകളൊക്കെ കഴുകിക്കളയുമ്പോ സ്വാഭാവികമായി മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം അബൂ ഹനീഫത്ത് തങ്ങൾക്ക് ഉണ്ടായതിനാൽ ഇതെനിക്ക് വേണ്ട, ഈ കറാമത്ത് വേണ്ട,
ആളുകൾ വുളു എടുത്തുകൊണ്ട് വെള്ളം ഒഴുകി പോകുമ്പോ പാപങ്ങളും കൂടി അതിന്റെ കൂടെ ഒഴുകി പോകുന്നത് കാണാനുള്ള പ്രത്യേകമായ കൈവലിക്ക് വേണ്ട എന്ന് ബഹുമാനപ്പെട്ടവര് ദുആ ചെയ്തതാ. ഇങ്ങനെ വുളു കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. വുളു കൊണ്ട് പാപങ്ങൾ പൊറുത്തു തീരുന്നില്ല എങ്കിൽ അല്ലാഹ് പള്ളിയിലേക്ക് നടക്കുന്ന ജമാഅത്തിന് വേണ്ടി നടക്കുന്ന കാലടിപ്പാടുകൾ എടുത്തു വെക്കുമ്പോൾ ഓരോ ചെരിപ്പടിക്കാലും എടുത്തു വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ അതിൽ കൂടി താഴേക്കിറങ്ങി കൊഴിഞ്ഞു പോകുന്നുണ്ട്. നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പൊറുക്കപ്പെടുന്നുണ്ട്. നിസ്കാരങ്ങളിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. നിസ്കരിച്ചുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ മലായിക്കത്തിന്റെ പ്രാർത്ഥന കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ഇമാമോട് കൂടി നിസ്കരിക്കുമ്പോൾ വലല്ലാലീൻ എന്ന് ഇമാമ് ചൊല്ലുമ്പോ ആ ചൊല്ലുന്നതിനെ തുടർന്നു കൊണ്ട് ഇമാമ് ആമീൻ പറയുമ്പോൾ അതിനോട് ഒത്തുകൊണ്ട് മഅ്മൂമീങ്ങൾ ആമീൻ പറയുമ്പോ ഇമാമും മഅ്മൂമും ഒന്നിച്ച് ആമീൻ പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുമ്പോ ആ മലായിക്കത്തിന്റെ ആമീൻ കൊണ്ട് പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാ. ഒരു നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമാ. ആ 27 പ്രതിഫലം കിട്ടുന്നതിന് ഒരു നിസ്കാരം തന്നെ 27 തവണ നിസ്കരിച്ചാലും ഒരു ജമാഅത്തായി നിസ്കരിച്ചതിന്റെ പുണ്യം കിട്ടൂല, മലായിക്കത്തിന്റെ ആമീൻ കിട്ടൂല. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടൂല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളാ, അവന്റെ കാരുണ്യമാ. ഇങ്ങനെയൊന്നും പൊറുക്കപ്പെട്ട് തീരാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വർഷത്തിലെ മൊത്തം പാപം, ഒരാഴ്ചയിലെ മൊത്തം പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ളതാ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അതിനുള്ളതാ. ആ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നിസ്കാരത്തോടുകൂടി ഒരാഴ്ചയിൽ കുറവുള്ള പാപങ്ങളെല്ലാം അതുകൊണ്ട് പൊറുക്കപ്പെടുന്നതാ. ആ വെള്ളിയാഴ്ച കൊണ്ടും പൊറുത്തു തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ അത് പൊറുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ആദരവുള്ള മാസമാ വിശുദ്ധ റമളാൻ കൊണ്ട് ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുകയാ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങള് അവനവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവനൊരു ശുദ്ധനായി തീരാൻ, പരമപരിശുദ്ധനായി തീരാൻ, ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ് വിശുദ്ധ റമളാൻ. അത് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളാ അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് പറയുന്നത്, നമുക്ക് റമളാനിന്റെ തൊട്ട് മുമ്പുള്ള പരിശുദ്ധമായിരിക്കുന്ന 2 മാസമാകുന്ന അതേ റജബും ശഅബാനും കഴിഞ്ഞിട്ട് റമളാൻ കാത്തിരിക്കുകയാ. പരമാവധി സുകൃതങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാ. ഈ റമളാൻ ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് റമളാൻ കൊണ്ട് എന്തെങ്കിലും നേടണം, റമളാൻ കൊണ്ട് വിജയിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 5 കാര്യങ്ങൾ റമളാൻ കൊണ്ട് നേടേണ്ടതുണ്ട്. അതേ, ഹൃദയം ശുദ്ധിയാവാനാണല്ലോ. മനുഷ്യന്റെ ഹൃദയമാണല്ലോ എല്ലാ തെറ്റിനും കാരണം. അല്ലാഹു അല്ലാത്ത ആരാധനാപാത്രങ്ങൾ ആരാധിക്കുന്നവൻ, ആ ആരാധനയ്ക്ക് പ്രേരിപ്പിച്ചതും അവന്റെ ഹൃദയമാ. തെറ്റ് ചെയ്യുന്നവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും തന്റെ ഹൃദയമാ. എല്ലാ കാര്യത്തിലേക്കും അവനെ നിയന്ത്രിക്കുന്ന ഹൃദയമാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹൃദയം നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി, ശരീരം മുഴുവനും നന്നായി. ആ ഹൃദയം ഒന്ന് നന്നായി കിട്ടാൻ, ഹൃദയത്തിന്റെ രോഗങ്ങളൊന്ന് സുഖപ്പെട്ട് കിട്ടാൻ, മറ്റുള്ളവരോട് വിദ്വേഷങ്ങളും വെറുപ്പുകളും ഒക്കെ ഇല്ലാതെയായി കിട്ടാൻ, ആർത്തി ഇല്ലാതെയായി കിട്ടാൻ, ദുനിയാവിനോടുള്ള താല്പര്യമില്ലാതെയായി കിട്ടാൻ, വലിയവനാണെന്ന ധാരണയില്ലാതെയായി കിട്ടാൻ, എന്റെ ഈമാനൊക്കെ പരിപൂർണമാണ് എന്ന അഹങ്കാരവും ധിക്കാരവും ഒക്കെ തന്റെ മനസ്സിൽ
നിന്നൊന്ന് പോയിട്ട് ഞാൻ രക്ഷപ്പെടുമോ? എന്റെ ഈമാന് രക്ഷപ്പെടുമോ? സൃഷ്ടിച്ച റബ്ബ് എന്നെ തൊട്ടൊന്ന് പൊരുത്തപ്പെടുമോ? റബ്ബ് എന്നെ തൊട്ട് തൃപ്തിപ്പെടുമോ? റബ്ബിനെ കുറിച്ച് ചിന്ത വരുമോ? മരിക്കുമ്പോൾ പലതും നഷ്ടപ്പെടുമ്പോൾ ഈമാനും കൂടി നഷ്ടപ്പെടുമല്ലോ. ഈമാന് നഷ്ടപ്പെടാതെ വിശ്വാസത്തോടുകൂടി ഇന്നെനിക്കും നിനക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അരൂപിയായ അല്ലാഹുവിനെ പറ്റി വിശ്വാസമുണ്ട്. ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ച അല്ലാഹുവിനെ പറ്റി വിശ്വാസമുണ്ട്. ശരീരമില്ലാത്ത അല്ലാഹുവിനെ നമുക്ക് വിശ്വാസമുണ്ട്. അക്ഷരങ്ങളും തുടക്കങ്ങളും ശബ്ദങ്ങളും ഇല്ലാത്ത കലാമിന്റെ ഉടമയായ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. എല്ലാം സൃഷ്ടിക്കുന്നതല്ല, സൂര്യനെ പടച്ചതല്ല, ചന്ദ്രനെ നടത്തുന്നതല്ല, എല്ലാം നൽകുന്നതല്ല, എല്ലാം തടയുന്നതല്ല, രോഗം തരുന്നതല്ല, ശിവ നൽകുന്നതല്ല, പുരോഗതി നൽകുന്നതല്ല, സസ്യജാതികൾ മുളപ്പിക്കുന്നതല്ല, വിഭവങ്ങൾ നൽകുന്നതല്ല. ഈ എല്ലാം നൽകുന്ന അല്ലാഹുവിനെ പറ്റി എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നാളെ നിലനിൽക്കുമോ? ഈ വിശ്വാസത്തോടുകൂടി കണ്ണടക്കാൻ കഴിയുമോ? എത്ര ആളുകളാണ് ഈമാൻ തെറ്റി മരിച്ചു പോയത്. അല്ലാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കാലച്ചെറുപ്പത്തിലെ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസുൽ ലഈന് വന്നുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വിശ്വാസം തട്ടിപ്പറിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്ന് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ലോകത്തെ ഏറ്റവും അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്മിനായ അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സിദ്ദീഖ്, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്, ഈ ലോകത്തെ അമ്പിയാക്കളെ മാറ്റി നിർത്തി സർവവിശ്വാസികളെ ഈമാനും ഒരു തട്ടിലിട്ട് തൂക്കിയാൽ സിദ്ദീഖ് തങ്ങളെ ഈമാൻ ഭാരം തൂങ്ങുമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രിസ്തു വർഷം 632 ജൂൺ മാസം 8-ാം തീയതി വഫാത്തായി കിടക്കുകയാ. ആ വഫാത്താകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സമീപത്തില്ല. മുത്തുനബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളുണ്ട്, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് പലതും തങ്ങളോട് പറയാനുണ്ടാവാം, അവർക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ടാവാം, അവർക്ക് മുത്തുനബി തങ്ങളുമായി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടാവാം. അവര് സംസാരിച്ചോട്ടെ, അവര് ചോദിക്കാനുള്ളത് ചോദിച്ചോട്ടെ, അവരറിയാനുള്ളത് അറിഞ്ഞോട്ടെ എന്ന നിലക്ക് സിദ്ദീഖുൽ അക്ബർ ഒന്ന് മാറിയതാ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ ബിൻത് ഉമൈസിന്റെ അതേ അരികിൽ ചെന്നതാ. ആ വേളയിലാണ് ഹബീബായ തങ്ങൾ വഫാത്താകുന്നത്. വഫാത്തായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ എന്ന വിവരം കേട്ട് സിദ്ദീഖുൽ അക്ബർ എത്തിയപ്പോൾ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് അങ്ങ് കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുകയാ. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന റസൂലുള്ളാഹിന്റെ റൂമിലേക്ക് അങ്ങ് ചെന്നിട്ട് ആ തുകത്തിട്ട പുതപ്പങ്ങ് മാറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് തിബ്ത ഹയ്യൻ വ മയ്യിത്താ,
തങ്ങൾ എന്തൊരു സുഗന്ധമാ, ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊരു സുഗന്ധമാ, മരണത്തിനു ശേഷവും തങ്ങൾക്ക് എന്തൊരു സുഗന്ധമാ. അല്ലാ അല്ലാ ഫയലൈതനി മിത്തു ഖബ്ല മഹ്ലകി സാഹിബി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ പാടുകയോ, ഈ തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ്, ഈ ഹബീബായ തങ്ങൾ വഫാത്താകുന്നതിന്റെ മുൻപ് ഈ പാവപ്പെട്ട സിദ്ദീഖ് ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ അല്ലാ അല്ലാ, വലിയ പാറകൾക്കുള്ളിലായിട്ട് പാവപ്പെട്ട സിദ്ദീഖിനെ മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഫിദാക ബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മയെ തലവെച്ച് കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ, മരണമാകുന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ തങ്ങൾക്ക് പകരം എന്റെ ഉപ്പയെ കൊടുത്താൽ മതിയാകുമായിരുന്നുവെങ്കിൽ, ഉമ്മയെ കൊടുത്താൽ മതിയാകുമായിരുന്നുവെങ്കിൽ, ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ തലവെച്ച് കൊടുത്താൽ മതിയാകുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനുശേഷം പറയുന്നു ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്, അവിടുത്തെ റബ്ബിന്റെ അടുത്ത് ഞങ്ങളെ കുറിച്ചൊന്ന് പറയണേ, ഞങ്ങളെ കാര്യം റബ്ബിനോടൊന്ന് പറയണേ. വൽനകും ബിബാലിക യാ റസൂലല്ലാഹ്, അവിടുത്തെ മനസ്സിലെ, അവിടുത്തെ ഹൃദയത്തിലെ എന്നും പാവപ്പെട്ട ഞങ്ങളുണ്ടാവണേ. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു കരഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഹബീബായ തങ്ങൾ ഈ ഓഫർ മുഴുവൻ നൽകിയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയ ശേഷം മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതാൻ സമയം കൊടുക്കുമ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകിയിട്ട് ദുആ ചെയ്യുന്നത് എന്താ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഇന്ന് ഞങ്ങൾക്ക് ഈമാനുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് ഹിദായത്തുണ്ട്, അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യനാള് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളെ പറ്റി വിശ്വാസമുണ്ട്, നരകത്തെ പറ്റി വിശ്വാസമുണ്ട്, ഖബറിനെ പറ്റി വിശ്വാസമുണ്ട്, തങ്ങൾ പഠിപ്പിച്ചതൊക്കെ വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കല്ല, തെറ്റിക്കല്ല. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വരുമ്പോൾ, ഇബ്ലീസിന്റെ രൂപത്തിലല്ല, ഒരു മനുഷ്യർ മുഅ്മിനായ മനുഷ്യന്റെ അടുത്തും ഇബ്ലീസ് വരുന്നത് ഇബ്ലീസിന്റെ രൂപത്തിലല്ല. ഇബ്ലീസിന് പ്രത്യേകം ഒരു രൂപമുണ്ടല്ലോ, അവന്റെ കണ്ണ് രണ്ടും നീളത്തിലാണല്ലോ, അവന്റെ താടിയിൽ 7 രോമങ്ങളുണ്ടല്ലോ, അവന്റെ തല പന്നിത്തല പോലെയാണല്ലോ, അവന്റെ വായ് ശരിക്ക് കാളയെ പോലെയാണല്ലോ. ഇങ്ങനെ വികൃതമായൊരു രൂപമാണ് ഇബ്ലീസിനുള്ളത്. തങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ, സ്വഹാബാക്കളിൽ പലർക്കും അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ രൂപത്തിലല്ല ഇബ്ലീസ് മരിക്കുന്ന മുഅ്മിന്റെ അടുത്ത് വരുന്നത്. മോനെ നീ അറിയുമോ, പ്രിയപ്പെട്ട പെങ്ങളെ നീ അറിയുമോ, ആഖിർ സമാനിലെ മക്കളെ അറിയുമോ, നമ്മളൊക്കെ മരിക്കുമ്പോൾ ഇബ്ലീസ് വരികയാണെങ്കിൽ വരുന്നത് നമ്മളേറ്റവും സ്നേഹിക്കുന്ന, നമ്മളേറ്റവും വിശ്വസിക്കുന്ന, നമ്മോട് ഏറ്റവും കാരുണ്യമുള്ള, നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രൂപത്തിലായിട്ട് ഇബ്ലീസ് വരുമ്പോൾ, മരിച്ചുപോയ ഉപ്പയുടെ രൂപത്തിൽ വരുമ്പോൾ, മരിച്ചുപോയ ഉസ്താദിന്റെ രൂപത്തിൽ വരുമ്പോൾ, മരിച്ചുപോയ ശൈഖിന്റെ രൂപത്തിൽ വരുമ്പോൾ, ഒന്നുകൊണ്ടവര് പറയുമ്പോൾ ഇവിടെ അവർക്കല്ല, ഇവിടെ ഇസ്ലാമിനല്ല സ്ഥാനമുള്ളത്, മുഹമ്മദുർ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നവർക്കല്ല സ്ഥാനമുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ സ്ഥാനം
സ്ഥാനവും രക്ഷയുമുള്ളത് ഇന്ന മതസ്ഥർക്കാ, ഇന്നവരെ വിശ്വസിച്ചവർക്കാ, ഇന്ന രൂപത്തിലുള്ളവർക്കാ എന്ന് എന്നോടും നിന്നോടും നമ്മളേറ്റവും സ്നേഹിക്കുന്ന ആദരിക്കുന്ന മഹാന്മാരെ രൂപത്തിൽ വന്ന് പറഞ്ഞാൽ പിഴച്ചു പോകുമോ, തെറ്റിപ്പോകുമോ? അവിടെയാണ് നിന്റെ അടുത്തുനിന്ന് പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട്, ജിബ്രീലിന്റെ സാന്നിധ്യം കൊണ്ട്, മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധ അർവാഹികളെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്ക് ഈമാൻ ഓശാനമാക്കി തരണമേ എന്ന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നതാ, പ്രാർത്ഥിക്കേണ്ടതാ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് ഈമാൻ സലാമത്താവാൻ വേണ്ടി ആഗ്രഹിക്കണം. ആ ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കാൻ വെച്ചിരിക്കുന്ന സന്ദർഭങ്ങളാ വിശുദ്ധ റമളാനും ഇതുപോലുള്ള കാര്യങ്ങളും. പക്ഷേ റമളാനാകുമ്പോൾ അതിന് ഞാൻ മാനസികമായി ഞാനും നിങ്ങളും തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ഹൃദയമൊന്ന് ശുദ്ധിയായി കിട്ടാൻ, റമളാനിന്റെ പകലിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്തത് കൊണ്ടായില്ല, വിശപ്പ് സഹിച്ചത് കൊണ്ടായില്ല. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഈ വിശുദ്ധ റമളാൻ വിളിപ്പാടകലെ എത്തിയ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഈ വർഷമെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ, ഒന്ന് മാറ്റം വരുത്തിക്കൂടെ, ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൂടെ, ഒന്ന് ഈമാൻ വർദ്ധിപ്പിച്ചുകൂടെ, കൽബൊക്കൊന്ന് നന്നാക്കിക്കൂടെ, ദുനിയാവിനുള്ള ആർത്തി ഒന്ന് വിട്ടുകൂടെ, റബ്ബിനെ പറ്റി ഒന്ന് ഓർത്തുകൂടെ, ഹബീബിനെ പറ്റി ഒന്ന് ചിന്തിച്ചുകൂടെ, ഹബീബിനെ പറ്റി ഒന്ന് പറഞ്ഞുകൂടെ, അതിനു വേണ്ടി ജീവിതം ഒന്ന് നീക്കി വെച്ചുകൂടെ, ഒരിക്കലെങ്കിലും അല്ലാഹനെ ഓർത്തിട്ടൊന്ന് കരഞ്ഞുകൂടെ, പാപങ്ങളൊന്ന് കഴുകിക്കളഞ്ഞുകൂടെ. 20, 30, 40, 50, 60 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇത്ര കാലം റമളാൻ വരവേറ്റിട്ട് ഇങ്ങനെയൊക്കെ നോമ്പും നമ്മൾ നിസ്കാരങ്ങളും നിർവഹിച്ചിട്ട് ഇപ്പോഴും ഒരു തുള്ളി കണ്ണുനീര് വന്നില്ലെങ്കിൽ, റബ്ബിനെ പറ്റി ചിന്ത വന്നില്ലെങ്കിൽ, റബ്ബിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് തോന്നിയില്ലെങ്കിൽ, ഹബീബിനെ ഒരിക്കലെങ്കിലും കാണണമെന്ന് ചിന്തിച്ചില്ലെങ്കിൽ, ഒരിക്കലെങ്കിലും അല്ലാഹനെ ഓർത്തിട്ടൊന്ന് കണ്ണുനീർ പൊഴിച്ചിട്ടില്ലെങ്കിൽ, ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചൊരു പേടി തോന്നിയിട്ടില്ലെങ്കിൽ ജീവിച്ചതെന്തിനാ, പ്രവർത്തിച്ചതെന്തിനാ, അധ്വാനിച്ചതെന്തിനാ, ഇക്കാലം അത്രയും റബ്ബിന്റെ ദുനിയാവിൽ ജീവിച്ചതെന്തിനാ? നിങ്ങൾക്ക് കേൾക്കണോ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, കമന്റ് വേണ്ട, ഈമാൻ നിങ്ങൾക്ക് സലാമത്താവണമെങ്കിൽ, കൽബൊന്ന് നന്നാവണമെങ്കിൽ, റമളാൻ കൊണ്ട് നേടണമെങ്കിൽ, റമളാൻ കൊണ്ട് വിജയിക്കണമെങ്കിൽ, വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറഉ ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. 5 മരുന്ന് കഴിക്കേണ്ടയിടത്ത്, 5 മെഡിസിൻ ഉപയോഗിക്കേണ്ടയിടത്ത്, അത് കൃത്യമായി തന്നെ ഉപയോഗിക്കേണ്ടയിടത്ത് 5ൽപ്പെട്ട ഒരു മെഡിസിൻ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് രോഗം സുഖപ്പെടൂല, കൽബ് നന്നാകൂല, കൽബിന്റെ രോഗം മാറൂല, ശിവ കിട്ടൂല, വീരും വാശിയും പോകൂല, പിണങ്ങി നിൽക്കുന്നവനുമായിട്ട് നന്നാവണമെന്ന് തോന്നൂല, കിബിർ നീങ്ങൂല, ആർത്തി നീങ്ങൂല, ദുനിയാവിനോടുള്ള അലച്ച നീങ്ങിക്കിട്ടൂല, ആഖിറത്തെ പറ്റി ബോധം വരൂല, തങ്ങളോട് ഹുബ്ബ് വരൂല,
ഇഷ്ക് വരൂല, അല്ലാഹനെ പറ്റി ചിന്ത വരൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. 5 മരുന്ന് ഉപയോഗിക്കണം. ആ 5 മരുന്നും ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് നീട്ടി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കാണ്, അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധ റമദാനാകുമ്പോ മറ്റ് 11 മാസങ്ങളിൽ ചെയ്യാത്ത എന്ത് കാര്യമാ ചെയ്തത്? മറ്റ് 11 മാസങ്ങളിലും തങ്ങൾ ചെയ്യാത്ത പ്രത്യേകമായി തങ്ങൾ ഈ റമദാൻ മാസത്തിൽ എന്താ തങ്ങൾ ചെയ്തത്? സഹീഹുൽ ബുഖാരിയിലില്ലേ അത്? മുസ്ലിമിലില്ലേ അത്? ഞാനും നിങ്ങളും എല്ലാ വർഷവും വയല് കേൾക്കാറില്ലേ അത്? വിശുദ്ധ റമദാൻ മാസം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തിരുന്നു. കാന യുദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠനം നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ റമദാനാകുമ്പോ ഖുർആൻ ഓതിയിരുന്നു എന്നല്ല, ഖുർആൻ എല്ലാ മാസത്തിലും ഓതാറുണ്ട്, ഖുർആൻ കേൾക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഉസ്താദുമാർക്കറിയാം, ആലിമീങ്ങൾക്കറിയാം, മുദാറസത്തുൽ ഖുർആൻ, ഖുർആൻ പഠനം നടത്തിയിരുന്നു. അതെ, മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം അതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയും അതിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ മുത്ത് നബിയോട് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുദാറസത്ത് നടത്തിയിരുന്നതാ. ഇത് റമദാനിൽ മാത്രം തങ്ങൾ ചെയ്തിരുന്നതാ. വഫാത്തിന്റെ തൊട്ടടുത്ത ആ റമദാനിൽ 2 തവണ മുദാറസത്ത് നടത്തിയതാ. ഖുർആൻ പഠനം നടത്തിയത്, ഖുർആൻ ചർച്ച ചർവണം നടത്തിയത് ആഖിർ സമാനിലെ മക്കളെ 15, 20, 25, 30, 35, 40, 50, 60 വയസ്സ് പ്രായമായിട്ട് ഈ റമദാനുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ട് ഒരു ഖുർആനിന്റെ മുദാറസ, ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഫാത്തിഹ സൂറത്തിനെ കുറിച്ചെങ്കിലും, ഒരു യാസീൻ സൂറത്തിനെ കുറിച്ചെങ്കിലും, അല്ലെങ്കിൽ നാം പതിവായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളെ കുറിച്ചിട്ടെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും അങ്ങനെ തന്നെ. അവരതാ ഓരോ സ്വഹാബികളും കൂട്ടമായി ചെറിയൊരു കൂട്ടവുമായി ഒരു സ്വഹാബത്തിന്റെ വിങ്ങിരിക്കുന്നു. അവരിൽപ്പെട്ട പലരും ചോദിക്കുന്നു, വിവരമുള്ളവർ തിരിച്ചു മറുപടി പറയുന്നു. അവർ തിരിച്ചു പലതും ഇങ്ങോട്ട് ചോദിക്കുന്നു, അതിന് മറ്റുള്ളവർ മറുപടി പറയുന്നു. ഇങ്ങനത്തെ ഒരു മുദാറസത്തുൽ ഖുർആൻ, ഇത് റമദാനിന്റെ പ്രത്യേകതയോ? തീരുമാനമുണ്ടോ? നമ്മുടെ നാടുകളിലെ പള്ളികളിലൊക്കെ എത്രയെത്ര ആലിമീങ്ങളുണ്ട്, എത്രയെത്ര ഉസ്താദുമാരുണ്ട്. ഈ ഉസ്താദുമാരരികിൽ ചെന്നിട്ട് ഈ ഖുർആൻ ഒന്ന് പഠിക്കണം, എന്റെ സൃഷ്ടിച്ച റബ്ബ് എന്നോട് എന്താണ് പറയുന്നത്, എന്താ റബ്ബ് എന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് എപ്പോഴെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ? അവനവന്റെ മക്കള് ഗൾഫിലേക്ക് ഓഫറുള്ള നല്ല ചാൻസ്, ജോലിക്ക് ചാൻസ് ഉള്ള കോഴ്സ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി മക്കളെ എങ്ങോട്ടും പറഞ്ഞയക്കുന്നുണ്ട്. കാനഡയിലേക്കും ചൈനയിലേക്കും വിദൂര രാജ്യങ്ങളിലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി കോഴ്സുകൾ തീർക്കുന്നുണ്ട്. അല്ലാഹ്
ഇന്ന് വരെ എന്റെ മകൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിരിക്കണം, ഖുർആനെ പറ്റി ഒരു പഠനം നടത്തിയിരിക്കണം, റബ്ബിന്റെ വചനങ്ങൾ എന്തൊക്കെയാണെന്നറിയണം. ഒരു ചിന്ത വന്നില്ല, കൽബ് നന്നാവില്ല. വിശുദ്ധ റമദാൻ കൊണ്ട് കൽബ് നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഒന്ന് തിലാവ ഖുർആൻ ഓതണം. ബിതദബ്ബുരിൽ മഅന, ആശയങ്ങൾ ചിന്തിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ശരിക്കും പഠനം നടത്തിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, അതിന് തയ്യാറെടുക്കുക. ഉമ്മമാര് തയ്യാറെടുക്കുക, ഉപ്പമാര് തയ്യാറെടുക്കുക. ഈ റമദാൻ വരുമ്പോ ഖുർആനെ കുറിച്ചൊരു പഠനം നടത്തണം, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ അറിയണം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്, ഖുർആന്റെ തിലാവത്ത് പഠിപ്പിക്കേണ്ടത്, അതിന്റെ ആദർശാശയം പഠിപ്പിക്കേണ്ടത്, അതിന് ശ്രമം നടത്തേണ്ടത്. അത് ഖുർആനിന്റെ വാർഷികം കൊണ്ടാടുന്ന മാസമാ. അതിനു വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതേ ഹൃദയ ശുദ്ധീകരണത്തിന് ഒന്നാമത് പറഞ്ഞതാണ് വഖിയാമുൽ ലൈലിൻ വതദറഉ ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. രാത്രിയിൽ നിസ്കരിക്കലോ, പാതിരാത്രി നിസ്കരിക്കലോ, തറാവീഹ് നിസ്കരിക്കലോ, ഖിയാമുൽ ലൈലോ. ബഹുമാന്മാരായ ഉലിയാക്കള് അവർക്ക് ഏറ്റവും ഇഷ്ടം രാത്രിയില്ലായിരുന്നുവെങ്കിൽ ജീവിതം തന്നെ അവർ ഇഷ്ടപ്പെടുമായിരുന്നില്ല. റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ മുനാജാത്തിന്, റബ്ബവന്റെ അടിമകളോട് കാരുണ്യവുമായിട്ട് ഇറങ്ങുന്ന സമയം, അവന്റെ റഹ്മത്ത് പ്രകടമാകുന്ന സമയം, അവന്റെ അടിമകളെ രോദനങ്ങൾ കേൾക്കാൻ റബ്ബ് കാത്തിരിക്കുന്ന സമയം. അലാ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. നിരന്തരമായിട്ട് പാപങ്ങൾ ചെയ്തു പോയവരില്ലയോ? അതേ ദുർബല നിമിഷത്തിൽ പലതും ചെയ്തു പോയവരില്ലയോ? പലിശ വാങ്ങിപ്പോയവരില്ലയോ? വ്യഭിചരിച്ചു പോയവരില്ലയോ? അല്ലാഹ് മണിവീഴ്ചക്കുള്ള പാട്ടുകൾ കേട്ട് പലതും രസിച്ചു പോയവരില്ലയോ? പല ദുർനടപടികളും ചെയ്തു പോയവരില്ലയോ? എന്നോടൊന്ന് പൊറുക്കൽ തേടിക്കൂടെ? ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുവല്ലോ. എന്നോട് മാപ്പ് ചോദിച്ചുകൂടെ? ഞാൻ പൊറുക്കുമല്ലോ എന്നും പറഞ്ഞു റബ്ബ് കാത്തിരിക്കുന്ന സഹർ സമയം, സമയത്തിന്റെ ഹൃദയമാകുന്ന താഴ സമയം. ആ സമയത്തൊന്ന് ദുആ ചെയ്യാൻ, സൃഷ്ടിച്ച റബ്ബിനോടൊന്ന് സംവദിക്കാൻ, അവനുമായിട്ടൊന്ന് മുനാജാത്ത് ചെയ്യാൻ, അവനോട് നിന്റെ സങ്കടങ്ങളൊന്ന് പറയാൻ, അവനോട് അവൻ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാത്തതിന്റെ പേരിൽ ഒന്ന് മാപ്പിരക്കാൻ, റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ ആ സമയം ഉപയോഗപ്പെടുത്തിക്കൂടെ? വതദറഉ ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കലോ, സൽജനങ്ങളെ കൂടെ ഇരിക്കലോ, പള്ളിയിൽ ചെന്ന് മുഅ്മിനീങ്ങൾ ഇരിക്കലോ, ഇഅ്തികാഫ് ഇരിക്കലോ. അതാ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ പ്രാർത്ഥന സത്യമാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവേ റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു താ, റമളാനിൽ ഞങ്ങൾക്ക് തൗഫീഖ് താ, റമളാനിൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ താ എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണ് ഉള്ളതെങ്കിൽ റമളാനിൽ നേടേണ്ട 4 കാര്യങ്ങളാ, 5 കാര്യങ്ങളാ. അതിൽ 5ാമത്തേത് സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കല. അല്ലാഹ് അതേ 40
വയസ്സിന്റെ മുമ്പ് നമ്മിൽപ്പെട്ട പല ആളുകളും വഴിമാറി സഞ്ചരിച്ചവരാകും, തിന്മകൾ ചെയ്തവരാകും, ദോഷങ്ങൾ ചെയ്തവരാകും. അതിനെ തൊട്ട് നന്നായിട്ട് തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് പള്ളിയിലിരിക്കലാ. ഏതെല്ലാം വേണ്ടാത്ത സദസ്സിലിരുന്നിട്ടുണ്ട്, സിനിമാ ടാക്കീസിലിരുന്നിട്ടുണ്ട്, രാഷ്ട്രീയ വേദികൾ പങ്കെടുത്തിട്ടുണ്ട്, ആലിമീങ്ങളെ തെറി പറയുന്നിടത്ത് ചെന്നിരുന്നിട്ടുണ്ട്, ഗീബത്ത് പറയുന്നിടത്തിരുന്നിട്ടുണ്ട്, നമീമത്ത് പറയുന്നിടത്തിരുന്നിട്ടുണ്ട്, അങ്ങാടികളിൽ ചെലവഴിച്ചിട്ടുണ്ട്, പല തിന്മയുടെ മജ്‌ലിസുകളിൽ പങ്കെടുത്തവരുണ്ട്. അതൊന്ന് തിരുത്താൻ, അതൊന്ന് പൊറുപ്പിക്കാൻ അത്രയും സമയം നീ പള്ളിയിൽ ചെന്നിരിക്കുക, ഇഅ്തികാഫിരിക്കുക. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി 10 കൊല്ലം ബൈത്തുൽ മുഖദ്ദസിൽ ഇഅ്തികാഫിരുന്ന പണ്ഡിതനാ. ആ കാലഘട്ടത്തിൽ തന്റെ സംഭാവനയാണ് ഇഹ്യാ ഉലൂമിദ്ദീൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടതാ. പരമാവധി ശഅബാൻ മാസമാ, ഹബീബിന് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാ. സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന മാസമാ. പൂർവകാല പ്രവാചകന്മാർ വരെ അല്ലാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം കൈവരിച്ചത് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാ. അല്ലാഹ് വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. അല്ലാഹ് മിഅ്റാജിന്റെ രാത്രിയിൽ ഒട്ടുമിക്ക പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, അവരുമായി കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരൊക്കെ മുത്തുനബിക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്, ആശീർവദിച്ചിട്ടുണ്ട്, പലരും സഹായിച്ചിട്ടുണ്ട്, പലരും അന്വേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി ഉമ്മത്തിന് ഹദിയ കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഖുർആൻ എടുത്തു പറഞ്ഞില്ല. ഖുർആൻ എടുത്തു പറഞ്ഞത് ഒരു കാര്യമാണ്, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. മൂസാ നബിയെ കണ്ടതിലൊട്ടും നിങ്ങൾ സംശയിക്കണ്ട. മൂസാ നബി അലൈഹിസ്സലാം അമ്പിയാക്കളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നവരാ. അല്ലാഹു 136 സ്ഥലത്ത് ഖുർആൻ പ്രതിപാദിച്ച പ്രവാചകരാ. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത പ്രവാചകരാ. ഇമാം ബുശൈരി തന്റെ റിസാലയിൽ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ, വേദപുസ്തകത്തെ കുറിച്ച് വിവരമുള്ള, തൗറാത്തിനെ കുറിച്ച് വിവരമുള്ള കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് ജീവിച്ചവരാ. പക്ഷേ തങ്ങളുടെ കാലത്ത് ഇസ്ലാമിൽ വന്നിട്ടില്ല. പിൽക്കാലത്ത് ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഉമറുൽ ഫാറൂഖിന്റെ ഇഷ്ടത്തോഴനായി മാറിക്കഴിഞ്ഞ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നത് കാണാം, പൂർവ്വവേദങ്ങളിലെല്ലാം ഹബീബിനെ സ്വലാമിന്മേൽ സ്വലാത്ത് ചെല്ലുന്നതിനെ പറ്റി, സ്വലാത്തിന്റെ പോരിശയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു വഹി അറിയിച്ചത്. മൂസാ നബിയേ, അല്ലാഹുവിന്റെ കലാം നേരിട്ട് കേട്ടവരാ. അക്ഷരങ്ങളില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത ഒരു സംസാരം മഹാനായ മൂസാ നബി കേട്ടിട്ടുണ്ട്. അതിൽ തർക്കമില്ല. അതേ സമയത്ത് എങ്ങനെ കേട്ടു എന്നറിയില്ല, നിരൂപിക്കാൻ നമുക്ക് കഴിയില്ല. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് 10,000 മനുഷ്യരുടെ കേൾവി ശക്തി നിങ്ങൾക്ക് നൽകിയതിനാലാണ് അല്ലാഹുവിന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് ഞാനുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞത്. 10,000 ആളുകളെ സംസാരശേഷി നിങ്ങൾക്ക് നൽകിയതിനാലാണ്. അത്രയും അല്ലാഹു തആല കഴിവ് കൊടുത്തുകൊണ്ട് കറാം അത്ഭുത ആദരവ് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാം
തന്റെ കയ്യിലുള്ള കല്ലിൽ നിന്ന് വെടിച്ച സമയത്ത് 12 അരുവികൾ പൊട്ടിയൊഴുകി ചെങ്കടൽ 12 റോഡുകളായി പിളർത്തിയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള തുരിസീനാ പർവ്വതം അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന പ്രഭാപൂരത്തിന്റെ ഒരൽപ്പം തനസ്സുൽ അങ്ങോട്ട് വന്നപ്പോൾ അതിലേക്ക് തജല്ലിയായപ്പോൾ അതാ കത്തിക്കരിഞ്ഞു പോയി, കറുകറുത്തുപോയി. ഇന്നും ആ മലയുടെ മുകൾ ഭാഗം കരിഞ്ഞനായി കാണാം. ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച മൂസ നബിയോട്, മൂസ നബിയേ നിങ്ങൾ എന്നിലേക്ക് ഏറ്റവും അടുക്കുന്നതും എനിക്ക് നിങ്ങളോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നതും നിങ്ങളുമായിട്ട് ഞാൻ ഏറ്റവും അടുക്കുന്നത് നിങ്ങളോട് ഏറ്റവും മഹബ്ബത്ത് പ്രകടമാകുന്നത് ഇദാ അക്സർത സ്വലാത്ത അലൻ നബി മുഹമ്മദി, മുത്തുനബിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴാ, സ്വലാത്ത് കൊണ്ട് നാവുകൾ ചലിക്കുമ്പോഴാ, എന്റെ ഹബീബിന് സ്വലാത്ത് പറയുമ്പോഴാ, അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുന്നത്, ഞാനും നിങ്ങളും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നാളെ മഹ്ശറയിലെത്തുമ്പോൾ നിങ്ങൾക്ക് മഹ്ശറയിലെ കൊടും ദാഹം അനുഭവപ്പെടാതിരിക്കാൻ കൗസർ മഹ്ശറയിലല്ല, അത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഒരു പൈപ്പാണ്, അത് പാലം കടന്ന ശേഷമാണ്, അത് വിചാരണയ്ക്ക് ശേഷമാണ്, അത് നന്മതിന്മകൾ തൂക്കിയ ശേഷമാണ്, അക്കരെ എത്തിയ ശേഷമാണ്. അതേ സമയത്ത് മഹ്ശറ വൻസഭയിൽ ഒരു വെള്ളവുമില്ല. എല്ലാവരുടെയും തലകൾ കഴുത്തുകൾ ഒടിഞ്ഞുകൊണ്ട് തളർന്നു നിൽക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് ദാഹം എത്താതിരിക്കാൻ, ദാഹം അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് കൂടുതൽ ചൊല്ലുക, ഹബീബിന് വേണ്ടി ഹബീബിന്റെ മേൽ ദുആ ചെയ്യുക. അത്തിരി സ്വലാ അത്തിരി സ്വലാ അത്തിരി സ്വലാ. പൂർവകാല പ്രവാചകന്മാരോട് അല്ലാഹു തആല മുത്തുനബിന്റെ ഉമ്മത്തിൽ പെട്ടവരല്ല, ആ ഉമ്മത്തിൽ പെടാത്ത ആളുകൾക്ക് പോലും സ്ഥാനം ലഭിക്കുന്നത്, അവർക്ക് പവർ ലഭിക്കുന്നത്, അവർക്ക് രക്ഷ കിട്ടുന്നത് മുത്തുനബിക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണെങ്കിൽ ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട നാം, സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട നാം, സ്വലാത്തില്ലാതെ ഒരാരാധനയും സ്വീകരിക്കപ്പെടാത്ത നാം എത്ര കണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയും വിധം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ. ഒരു വർഷത്തിലെ അമലുകൾ മൊത്തം മേൽപോട്ട് ഉയർത്തപ്പെടുന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ഉയർത്തപ്പെടാൻ, തടയപ്പെടാതിരിക്കാൻ, വേസ്റ്റായിട്ട് തള്ളപ്പെടാതിരിക്കാൻ, സർവ്വ അമലുകളും സ്വീകരിക്കപ്പെടാൻ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. അതിലൂടെ തങ്ങളിലേക്ക് അടുത്തോ. അർഹമുർ-റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം പറയാൻ അല്ലാഹു തൗഫീഖ് തന്ന പോലെ, ഇവിടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്ന പോലെ, ഈ റാത്തിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന പോലെ, ഈ ആലിമീങ്ങളെ സാദാത്തുക്കളെ ഉപദേശങ്ങളും ദുആകളും അതിലൊക്കെ പങ്കെടുക്കാനും കേൾക്കാനും തൗഫീഖ് തന്ന പോലെ അവന്റെ മഹ്ളായ ഫദ്ൽ കൊണ്ട് ഇതൊക്കെ അവൻ സ്വീകരിക്കട്ടെ. ഇതിലൂടെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നാളെ റബ്ബിന്റെ മുൻപിലെത്തുമ്പോൾ അവനിലേക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു ഈമാൻ സ്വായത്തമാക്കാൻ, റബ്ബിലേക്ക് വെളിവാക്കപ്പെടുന്ന ഈമാൻ ഉണ്ടാവാൻ ഇതൊക്കെ അല്ലാഹു തആല ഒരു നിമിത്തമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിലേക്ക് സദഖ നൽകിയവർ, ഇതിന് നേതൃത്വം നൽകിയവർ, ഇവിടുത്തെ എല്ലാ ആലിമീങ്ങൾ, ഉസ്താദുമാര്, ഖാദിമീങ്ങൾ സർവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇതിന്റെയൊക്കെ മുഖ്യ കാര്യദർശിയായ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. ഹബീബിനോട്
ഞങ്ങളോട് മഹബ്ബത്ത് വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുമ്മ അക്സിർ ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുമ്മ അഇസ്സ ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുമ്മ ഫരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വഅലി മുഹമ്മദിൻ വഅസ്ഹാബി മുഹമ്മദിൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.